ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായം അർജുന വിഷാദ യോഗ. അതിലെ 13 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ശ്ലോകം 14. അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. തതഃ ശ്വേതൈർഹയൈർ യുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവഃ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ. തതഃ അർത്ഥം അപ്പോൾ, ശ്വേതൈർ അർത്ഥം വെളുത്ത, ഹയൈർ കുതിരകൾ, യുക്തേ പൂട്ടിയ, മഹതി മഹത്തായ, സ്യന്ദനെ രഥത്തിൽ, സ്ഥിതൗ ഇരുന്നുകൊണ്ട്, മാധവഃ മാധവൻ, പാണ്ഡവ പാണ്ഡവൻ, ച കൂടെ, ഏവ അതുകൂടാതെ, ദിവ്യൗ ദിവ്യമായ, ശംഖൗ ശംഖുകൾ, പ്രദദ്മതുഃ മുഴക്കി. ശ്ലോകാർത്ഥം നോക്കാം. അപ്പോൾ വെളുത്ത കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് മാധവനും അർജുനനും ദിവ്യമായ ശംഖുകൾ മുഴക്കി. എപ്പോൾ? ഭീഷ്മാചാര്യർ സിംഹത്തിനെ പോലെ അലറിയതിനു ശേഷം ശംഖു മുഴക്കിയെന്നും അതിനുശേഷം ധാരാളം വാദ്യമേളങ്ങൾ അവിടെ മുഴക്കിയെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിനുശേഷം പാണ്ഡവപക്ഷത്തു നിന്നും ആരാണ് ആദ്യം ശംഖു മുഴക്കിയത്? വെളുത്ത കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് മാധവനും അർജുനനും ദിവ്യമായ ശംഖുകൾ മുഴക്കി. ഇവിടെ കൗരവപക്ഷത്തുള്ള ആളുകൾക്കും രഥങ്ങളുണ്ട്. പക്ഷേ പാണ്ഡവപക്ഷത്തുള്ള അർജുനൻ്റെ രഥത്തെ ശ്രേഷ്ഠമായ രഥം എന്നാണ് സഞ്ജയൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വിധം വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ആ രഥത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ആരാണ്? പരമാത്മാവായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ രഥത്തെ ഒരു ശരീരമായി കണക്കാക്കിയാൽ ആ രഥത്തെ നയിക്കുന്ന കുതിരകൾ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. സത്വഗുണം കൊണ്ട് നിറയുന്ന ഇന്ദ്രിയങ്ങൾ പ്രകാശമേന്തി വിവേകമാർഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ളവനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളക്കുതിരകളെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കാരണം സത്വഗുണത്തിൻ്റെ നിറമാണ് വെളുപ്പ്. ഇവിടെ കഠോപനിഷത്തിലെ രഥരൂപകം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ശരീരം രഥമാണ്. ആത്മാവാരാണ്? അതിൽ സഞ്ചരിക്കുന്ന ആള്. അതുപോലെ ബുദ്ധി, അതുപോലെ സാരഥി, ഇവരാണ് ആത്മാവ്. ഇന്ദ്രിയങ്ങൾ ആരാണ്? കുതിരകളാണ്. ലോകവിഷയങ്ങളാണ് രഥമാർഗം. മനസ്സെന്താണ്? കടിഞ്ഞാണാണ്. ഇതാണ് രഥരൂപക കൽപ്പന. ബുദ്ധി സത്യബോധം ഉൾക്കൊണ്ട് രഥം നടത്തിയാൽ ജീവിതം ലക്ഷ്യത്തിലെത്തിച്ചേരും. സത്യബോധമില്ലാത്ത സാരഥിയുടെ കുതിരകൾ അബദ്ധസഞ്ചാരം ചെയ്ത് രഥത്തിൽ സഞ്ചരിക്കുന്ന ആളുടെ ജീവിതത്തെ അപകടത്തിലാക്കും. രഥരൂപകത്തിൽ രഥി ആത്മാവും ബുദ്ധി സാരഥിയുമാണ്. പാണ്ഡവരഥത്തിലാകട്ടെ ആത്മസ്ഥാനീയനായ കൃഷ്ണൻ സാരഥിയും ബുദ്ധിസ്ഥാനീയനായ അർജുനൻ രഥിയുമാണ്. പക്ഷേ സത്യബോധം വളരുന്നതോടെ ഭഗവാൻ തൻ്റെ സാരഥിയാണ് എന്ന ചിന്ത വിട്ട് അർജുനൻ അകന്നു പോകുന്നതായി കാണാം. താൻ ഭഗവാന്റെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണെന്ന് കാലക്രമേണ അർജുനന് ബോധ്യമാവുകയും ചെയ്യുന്നു.
അങ്ങനെ മാധവനും പാണ്ഡവനും ആ വിശിഷ്ടമായ തേരിലിരുന്നു കൊണ്ട് ദിവ്യങ്ങളായ ശംഖുകൾ മുഴക്കുന്നു. ദൈവസമ്പത്തിൻ്റെ ധർമ്മകാഹളമായതുകൊണ്ടാണ് അവരുടെ ശംഖങ്ങൾ ദിവ്യമായി ഭവിച്ചത്. കൃഷ്ണാർജുനന്മാരുടെയും അവരെ പിന്തുടർന്ന് പാണ്ഡവസേനയിലെ മറ്റു പ്രമുഖ നേതാക്കളുടെയും ശംഖുനാദം സഞ്ജയൻ ധൃതരാഷ്ട്രരെ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിക്കുന്ന ഭാഗങ്ങളാണ് അടുത്ത 4 ശ്ലോകങ്ങളിൽ. ആ ശ്ലോകങ്ങൾ അടുത്ത ദിവസം നമുക്ക് ആ 4 ശ്ലോകങ്ങളും ഒന്നിച്ചു പഠിക്കാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ടാണ് ഇന്ന് ഈ ശ്ലോകം മാത്രം ഞാനിവിടെ പറഞ്ഞ് നിർത്തുന്നത്. മറ്റു 2 വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഏകാദശിയെ സംബന്ധിച്ച പാരണാസമയവും മറ്റു ചില പ്രത്യേകതകളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങൾ, അതുപോലെ വൈകുണ്ഠ ഏകാദശി, ഇക്കാര്യങ്ങളൊക്കെ അതിനകത്ത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാന് പുത്രനുണ്ടാകുന്ന ആ മനോഹരമായ കഥ, അതിമനോഹരമായ കഥ, തീർച്ചയായിട്ടും ഈ 2 കഥകളും കൂടി നിങ്ങൾ കേൾക്കണം. മറ്റേത് കഥയല്ല, ഏകാദശി സംബന്ധമായ കാര്യങ്ങളാണ്. ഒന്ന് ഭാഗവതം, അത് രണ്ടും കേട്ട് ഈ ഭഗവത്ഗീതയുടെ ഈ ഭാഗവും കേട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.